അത് മാഡം അത് പറയുന്നത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യമല്ല. അത് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒന്നാമത്തെ കേസ് അതിൽ ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. കാറ് ചേസ് ചെയ്ത് വന്ന എല്ലാം ശരി, ഓക്കെ. കാറ് ഈ ലെവൽ നമ്മളെ സീബ്ര ക്രോസിനോട് കുറുകയാണ് ഇട്ടിരുന്നത്. വണ്ടിക്ക് നേരെ കുറുകയാണ് ഇട്ടിരുന്നത്. കുറുകയാണ്, ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് മര്യാദയ്ക്ക് വണ്ടി ഒതുക്കി നിർത്താൻ പറഞ്ഞ് ഒതുക്കി നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. മാഡം ഇത് കൊണ്ടുവന്ന് നടുക്കങ്ങ് വണ്ടിയുടെ കുറുകയാണ് ഇട്ടിരുന്നത്. നേരെ റോഡിന് ക്രോസ് ചെയ്ത് ആണ് വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ കുറുകെ ആണ് വണ്ടി. ആ വീഡിയോയിലുണ്ട്. അത് ഞാൻ കള്ളത്തനം പറയുന്നില്ലല്ലോ. ഞാൻ ലൈംഗിക ചേഷ്ടയോട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങൾ യാത്ര ചെയ്ത ബസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം വന്നതിനിടയ്ക്ക് എത്ര പെണ്ണുങ്ങളടുത്ത് ഞാൻ അങ്ങനെ പെരുമാറണം? അതിൽ കയറിയ ഒറ്റ പെണ്ണുങ്ങൾ പോലും, ഒരു ലേഡീസ് പോലും എന്നെ കുറച്ച് മോശമായിട്ട് പറയും. ഇത് മാഡത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് മാഡം പറയുന്നത്. എന്തുതന്നെയാലും താങ്കളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയല്ലേ? ഞാനും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ആ ഡ്യൂട്ടി സമയത്ത് എന്നെ അത്രയും നാണം കെടുത്തി, മദ്യപിച്ചെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റി, ജീപ്പിൻ്റെ ബാക്കിൽ പിടിച്ച് കയറ്റി, ഒരുമാതിരി നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ബസ്സിലെ യാത്രക്കാരിയല്ല മാഡം. മാഡം ഒരു കാറിൽ പോവുകയായിരുന്നു, ഞാൻ ബസ്സിൽ ഇരിക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല. അത് നിങ്ങൾക്ക് കാണാം. അവർ എന്നെ പിടിച്ചിറക്കാനൊക്കെ നോക്കി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചതൊക്കെ ആ വീഡിയോയിലുണ്ട്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ചു. മോശമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് മാഡം ചുമ്മാ പറയുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് സമ്മതിക്കണ്ടേ? ഇപ്പോൾ തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് പറയണ്ടേ? ഇപ്പം ഞാൻ മാത്രം ചെയ്തത് തെറ്റെന്നും പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്തത്? ചെയ്തു എന്ന് പറയുന്നത് അതിന് പ്രൂഫുണ്ടോ? എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഇവർ ചെയ്തത് എല്ലാം പ്രൂഫുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രൂഫുണ്ട്. മാഡം സംസാരിച്ച് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അകത്ത് നിന്ന് ഒരു പാസഞ്ചർ വീഡിയോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യ്, എന്നെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്, നിനക്ക് എന്നെ അറിഞ്ഞുകൂടാ, ആ ഫോൺ കാണിച്ച് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വണ്ടിക്കകത്ത് കയറി, ബസ്സിൻ്റെ അകത്ത് കയറിയാണ് യാത്രക്കാരെയൊക്കെ ഇറക്കി വിട്ടു. ഇതൊക്കെ കാണിക്കാൻ പാടില്ല. പൊതുജനങ്ങളുടെ അടുത്ത് ഇത് കാണിക്കാൻ പാടില്ല. ആരായാലും കാണിക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് കാണിച്ചതായാലും തെറ്റ് തന്നെയാണ്. ഞാൻ കാണിച്ചതെന്ന് പറയുന്ന മാഡം പറയുന്നത് അതങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ജയിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോവാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ച് കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. അല്ലാതെ ഇത്രയും കാലം ഈ അജയൻ ചേട്ടന് എൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. അജയൻ ചേട്ടൻ ഇത്രയും കാലം എൻ്റെ അടുത്ത് 2 വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അജയൻ ചേട്ടന് കറക്റ്റായിട്ട് എൻ്റെ സ്വഭാവമാണ്. ഈ ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും ഒരു കേസ്, പെണ്ണിൻ്റെ ഏതെങ്കിലും ഒരു കേസ്, വണ്ടി പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു, മിക്ക ആൾക്കാരും എന്നെ അപ്രിഷ്യേറ്റ് ആയിട്ടാണ് ചെയ്തിട്ട് പോകുന്നത്. ഷേക്കൻ്റെയൊക്കെ തന്നിട്ട്, ലേഡീസ് ഷേക്കൻ്റ് തന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നല്ലവണ്ണം വണ്ടി ഓടിച്ച് കേട്ടോ, ബാക്കിയുള്ളവരെ കെയർ ചെയ്ത് വണ്ടി ഓടിച്ച് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ ഇറങ്ങിപ്പോയ എത്ര ആൾക്കാരുണ്ട്, എത്ര മാഡം, എത്ര സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കിത് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം. ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ ഒരു പേര് ദൂഷ്യം എനിക്ക് വളരെ നാണക്കേടാണ്. അതുകൊണ്ട് ഞാനിത് കേസായിട്ട് തന്നെ പോകും. ഏതറ്റം വരെ വേണം പോകും.